മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഭാരതത്തിൽ മലയാളം അറിയുന്ന ധാരാളം വ്യക്തികൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. എനിക്ക് അത് അയച്ചു തന്നത് ആലപ്പുഴയിലെ IISHന്റെ കോർഡിനേറ്റർ ആലപ്പുഴയിൽ നിന്ന് ഗോപാലകൃഷ്ണൻ ജിയാണ്. എനിക്ക് തോന്നുന്നു ഇത് ധാരാളം പേര് ഷെയർ ചെയ്യുമ്പോൾ ഷെയർ ചെയ്യുന്നവരുടെ പേരാണ് മുകളിൽ വരുന്നത്. വളരെ ധന്യമായിട്ടുള്ള കാര്യങ്ങൾ. അതിലെ ഓരോ വാക്കുകളും സംഖ്യകളും അത് വെരിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ വെരിഫൈ ചെയ്യാം. തെറ്റുകളും കുറവുകളും ഉണ്ടെങ്കിൽ റിഫൈൻ ചെയ്തിട്ട് അതിനെ വീണ്ടും സ്പ്രെഡ് ചെയ്യാം. ചൈനയും ഭാരതവും തമ്മിലുള്ള ബന്ധം തകരുകയും അതേ സമയത്ത് നമ്മൾ ചൈനീസ് പ്രോഡക്റ്റിന് വേണ്ടി മാത്രം പരക്കം പായുകയും ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായമാണ്. എന്നാൽ ഒരു കാര്യം മനസ്സിലായി, GST വന്നതിന് ശേഷവും ചില വ്യക്തികളുടെ ദേശസ്നേഹം, ദേശീയത ഉയർത്തെഴുന്നേറ്റത് കൊണ്ടും ചൈനീസ് പ്രോഡക്റ്റുകളുടെ സെയിൽസ് 30% കുറഞ്ഞു എന്ന് അടുത്ത കാലത്ത് ഞാൻ വായിക്കുകയുണ്ടായി. അതവിടെ ഇരിക്കട്ടെ, നമുക്ക് നമ്മുടെ യഥാർത്ഥ സന്ദേശത്തിലേക്ക് എത്താം. ഇന്ത്യയിലേക്ക് ഒഴുകുന്ന പുണ്യനദിയായ ബ്രഹ്മപുത്ര നദിയെ തടയാൻ ചൈന ഇപ്പോൾ പാകിസ്ഥാനെ പിന്തുണച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലേക്ക് ഒഴുകുന്ന നദിയെ ഭാരതം തടഞ്ഞ് അണക്കെട്ട് കെട്ടുമെങ്കിൽ ഭാരതത്തിലേക്ക് ഒഴുകുന്ന ബ്രഹ്മപുത്ര നദിയിൽ അണക്കെട്ട് ചൈന കെട്ടുമെന്നവരൊരു അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യം നമ്മൾ കേരളത്തിൽ കാണുന്നുണ്ടല്ലോ. കമ്മ്യൂണിസ്റ്റ് ധാർഷ്ട്യം, ഞങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങൾ ചെയ്തോളണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ എന്നും വരുതിയിൽ നിർത്തും എന്ന അഹങ്കാരത്തിന്റെ ധാർഷ്ട്യം. ഇന്നു മുതൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക സാധിക്കാവുന്നതേ ഉള്ളൂ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഇതുവരെയും ചൈനീസ് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിട്ടില്ല. അറിയാതെ വല്ലത് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇനി വാങ്ങിക്കുകയില്ല. പകരം പതഞ്ജലിയുടെ ഉൽപ്പന്നങ്ങളാണ് ഇപ്പം എല്ലാം വാങ്ങിക്കുന്നത്. വളരെ റീസണബിൾ കോസ്റ്റ് ഭാരതത്തിൻ്റെതാണ് എന്നുള്ളത്. വരികൾ തുടരുന്നു. സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. ഇന്ത്യയിൽ ചൈന 3000 ദശലക്ഷം അലങ്കാര വിളക്കുകൾ വിൽക്കുന്നുണ്ട്. 3000 മില്യൺ അലങ്കാര വിളക്കുകൾ വിൽക്കുന്നു. ചൈനയിലെ എല്ലാവിധ പടക്കങ്ങളും ഇവിടെ വിൽക്കുന്നുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് എന്ന പേരിൽ തരമില്ലാത്ത പല സാധനങ്ങളും വിൽക്കുന്നുണ്ട്. ഇന്നു മുതൽ ഇവ ബഹിഷ്കരിക്കുക. ബഹിഷ്കരിക്കുക തന്നെയാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്കിന്റെ അർത്ഥം ബഹിഷ്കരിക്കുക. ചൈന ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക. ചൈനയോട് ശത്രുത ഉണ്ടായിട്ടോ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട. ഭാരതത്തിനെതിരെ യുദ്ധം ചെയ്യാൻ ലോകത്തിൽ ഇത്രയും അധികം വിസ്താരമുള്ള ഒരു രാഷ്ട്രം വീണ്ടും വീണ്ടും അയൽ രാജ്യങ്ങളെ ഓരോന്നും അടക്കി ഭരിക്കാൻ വേണ്ടിയിട്ട്, ശരിക്കും നിങ്ങൾ ഗ്ലോബ് നോക്കിയാൽ അറിയാം ചൈനയുടെ വിസ്തൃതി എത്രയാണ്. കമ്മ്യൂണിസത്തിന്റെ ഉരുക്കുമുഷ്ടിയിലൂടെ ഒരു ധാർഷ്ട്യം കാണിക്കുന്ന ലെവലിലാണ് അയൽ രാജ്യങ്ങളെല്ലാം ഭീഷണിപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഞങ്ങളുടെ പരിധിയിൽ വരുത്തുകയോ ചെയ്യൽ അവരുടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഇവിടെ കേരളത്തിൽ കാണുന്നത് തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറൊരു രീതിയിലല്ല. ചൈനീസ് ഉൽപ്പന്നങ്ങൾ ചീപ്പാണ്, യൂസ് ആൻഡ് ത്രോ ആണ്, ഒരു പ്രാവശ്യം ഉപയോഗിക്കാവുന്ന കുറേ ഗുണങ്ങൾ അതിനുണ്ട്, ഒരു സംശയമില്ല. പക്ഷെ ഭാരതത്തിന്റെ ശത്രുവിന്റെ ലെവലിലേക്ക് പോവുകയും ചെറിയ ചെറിയ യുദ്ധങ്ങൾ നടത്തുകയും ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച ചൈനയുടെ പ്രോഡക്റ്റുകൾ നമ്മൾ സ്വീകരിക്കണോ എന്ന് ചിന്തിക്കാം. ഇനി ഒന്നുകൂടി, ചൈന ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക. ഈ ഉദ്യമത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് അണിചേരാൻ സാധിക്കട്ടെ. ഏതാനും മാസങ്ങൾക്കുള്ളിൽ നവരാത്രിയും ദീപാവലിയും വരവായി. ചൈന ഉൽപ്പന്നങ്ങൾ ഈ 2 ഉത്സവങ്ങൾക്കും കേരളത്തിലെ ഓണത്തിനും കഴിയുന്നതും അത് വാങ്ങിക്കാതിരിക്കുക. പ്രത്യേക അറിയിപ്പ് ഒന്നുകൂടി അറിയിക്കുന്നു. ഇപ്പോൾ ചൈനയിലെ വസ്തുക്കൾക്ക് ചൈനയിൽ നിർമ്മിച്ചത് മെയ്ഡ് ഇൻ ചൈന എന്ന ലേബൽ ഉണ്ടാവാറില്ല. മെയ്ഡ് ഇൻ ചൈന എന്ന ലേബൽ ഉണ്ടാവാറില്ല. ഇപ്പോൾ അതിന് PRC എന്ന് മാത്രമേ ഉണ്ടാവാറുള്ളൂ, പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന. ഈ PRC എന്ന് കാണുമ്പോൾ ആരും അറിയില്ല ഇതെന്താണെന്ന്. പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നാണ് എഴുതുന്നത്. ചൈന റിപ്പബ്ലിക് എന്ന് അർത്ഥം. എല്ലാവർക്കും ഈ സന്ദേശം ഫോർവേഡ് ചെയ്യുക.
എല്ലാവരും ചൈനയുടെ യഥാർത്ഥ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാം. ശരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇരട്ടത്താപ്പ് തന്നെയാണത്. കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് പൈസ വാങ്ങിച്ച് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പ്രോജക്റ്റായിട്ട് പ്രഖ്യാപിക്കുക, എല്ലാം ശരിയാകുമെന്ന് പ്രഖ്യാപിക്കുക, ദാരിദ്ര്യമുള്ളവനെ ദാരിദ്ര്യമുള്ളവനായി തന്നെ നിലനിർത്തുക, എന്നിട്ട് വികസനത്തിനെ എതിർക്കുക, കമ്പ്യൂട്ടറിനെ എതിർക്കുക, ക്രഷറിനെ എതിർക്കുക, ഇവിടെയുള്ള പുറത്തുനിന്ന് വരുന്ന തൊഴിലാളികളെ വർക്ക് ചെയ്യാൻ അനുവദിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു. കൊയ്ത്ത് യന്ത്രം എതിർക്കുക, അതുപോലെ തന്നെ നടീലയന്ത്രം എതിർക്കുക, മെതി യന്ത്രം എതിർക്കുക, എല്ലാത്തിനെയും എതിർത്ത് ഈ രാഷ്ട്രത്തെ തലങ്ങും വിലങ്ങും നശിപ്പിച്ച് ഒരു വശത്ത് കൂടെ, എന്നിട്ട് പുരോഗമനവാദികൾ എന്ന പേരും വെച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇരട്ടത്താപ്പ്. ചൈനീസ് ഉൽപ്പന്നങ്ങളെ ഒഴിവാക്കുക. ഈ സന്ദേശം നിങ്ങൾ കുറഞ്ഞത് 3 വ്യക്തികൾക്കെങ്കിലും അറിയിക്കുക, അവരുടെ മനസ്സ് മാറ്റാൻ ശ്രമിക്കുക. ഫോണിലൂടെ നിങ്ങൾക്കിത് പ്രചരിപ്പിക്കാം, ഫേസ്ബുക്കിലൂടെ പ്രചരിപ്പിക്കാം, വാട്സപ്പിലൂടെ പ്രചരിപ്പിക്കാം. ലോകം മുഴുവനുമുള്ള മലയാളികളും അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മറ്റ് ഭാഷകളിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക. ഒരേ രാഷ്ട്രീയ ദർശനമാണ് എന്നതുകൊണ്ട് ചൈനക്കാരെ വിശ്വസിക്കരുത്. ഇന്ത്യയുടെ നാശമാണ് അവരുടെയും പാകിസ്ഥാന്റെയും ലക്ഷ്യം. ഒരേ രാഷ്ട്രീയ ദർശനമൊന്നും ചൈനയ്ക്കും ഇന്ത്യക്കും ഇല്ല. ചൈനയുടെ രാഷ്ട്രീയ ദർശനം എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമാണ്. അവർ മാത്രമേ ലോകത്തിൽ ഉണ്ടാവാൻ പാടുള്ളൂ. ചില ക്രിസ്ത്യാനികൾ പറയുന്ന മാതിരിയാണ്, യേശു ഏകരക്ഷകൻ, യേശു അല്ലാതെ മറ്റൊരു ദൈവം നിനക്ക് ഉണ്ടാവരുത്. അതുപോലെ ബൈബിള് മാത്രമേ വായിക്കാവൂ. അമ്പലത്തിലെ എല്ലാ വിധത്തിലുള്ളതും പള്ളിയിലേക്ക് എടുക്കാം. പക്ഷെ അമ്പലത്തിൽ നിവേദിച്ച സാധനം എങ്ങാനും പള്ളിക്കാരെ തിന്നാല് യേശു ക്രിസ്തുവിന് ദേഷ്യം വരും. അതും ഇരട്ടത്താപ്പ് തന്നെയാണ്. ഇവിടെ ഉള്ളതെല്ലാം എടുക്കുക, എന്നിട്ട് ഇവിടെ ഉള്ളത് തിന്മയുള്ളതാണെന്ന് പറയുക, എന്നിട്ട് മതം മാറ്റുക. ഇപ്പൊ രാഷ്ട്രീയത്തിന്റെ ദൃഷ്ടിയിൽ എന്നും കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തുകൊണ്ടിരുന്നത് ഇരട്ടത്താപ്പ് തന്നെയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ എതിർക്കുക, എന്നിട്ട് ഞങ്ങൾ അനുകൂലിച്ചു എന്ന് പറയുക. ഭാരത സ്വാതന്ത്ര്യ സമയത്ത് ബ്രിട്ടീഷുകാരുടെ കൂട്ടത്തിൽ നിൽക്കുക, എന്നിട്ട് സ്വാതന്ത്ര്യത്തെ ഒറ്റിക്കൊടുത്തവരാണ് ഹിന്ദുക്കൾ എന്ന് പറയുക. ഈ തീവ്രവാദത്തിനെതിരെ നിരന്തരം പ്രവർത്തിക്കുക. അവർ ബാംഗ്ലൂർ ജയിലിൽ നിന്ന് വന്ന ആൾക്ക് പോലീസ് പ്രൊട്ടക്ഷനോടുകൂടി പത്രസമ്മേളനം നടത്താനുള്ള അവസരം കൊടുക്കാം. അവിടുത്തെ ജയിലിൽ കിടക്കുന്ന ആൾക്ക് തീവ്രവാദിയാണെന്ന് അറിഞ്ഞിട്ട് ഇന്നും പുറത്തേക്ക് വിടാത്ത വ്യക്തിക്ക് സംരക്ഷണം നൽകാനായിട്ട് ലക്ഷങ്ങൾ ചെലവാക്കാൻ ഇവിടെ തയ്യാറാണെന്ന് പറയുക. ഇവിടെ തന്നെ 80ഉം 85ഉം വെട്ട് കൊടുത്ത് കൊന്ന വ്യക്തിയുടെ വീട്ടുകാരെ തിരിഞ്ഞുപോലും നോക്കാതെയാണ്. ഹിന്ദുക്കളെ അവഹേളിക്കുക, എന്നിട്ടും മതസൗഹാർദ്ദം വേണമെന്ന് പ്രഖ്യാപിക്കുക. മതനിരപേക്ഷതയാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുക. എന്നിട്ട് മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും പരമാവധി ഉയർത്തുക വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട്. ഇതാണ് വൈരുദ്ധ്യാധിഷ്ഠിത അവസരവാദം. ഇന്നു മുതൽ ചൈനയെ ബഹിഷ്കരിക്കുക. വളരെ ഭംഗിയായിട്ട് ചൈനയെ ബഹിഷ്കരിക്കുക എന്ന് ഉദ്ദേശിച്ചത് ചൈനയുടെ പ്രോഡക്റ്റ് ബഹിഷ്കരിക്കുക. ഇന്ത്യയെ രക്ഷിക്കാനും ഇന്ത്യയുടെ നാശം നമ്മ ഓരോരുത്തരുടെയും നാശമാണെന്ന് തിരിച്ചറിയാനും ഇത് സഹായിക്കും. ഓർമ്മിക്കാനുള്ളത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ മഹത്വമേറിയ നിലനിൽപ്പാണ്. ചൈനയോട് പ്രത്യേകിച്ച് വിരോധം ഉണ്ടാവാൻ കാരണം ഇത്രയും കാലം നല്ല ചീപ്പായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ലഭിച്ചു, നമ്മൾ എൻജോയ് ചെയ്തു. പക്ഷെ ഇന്ന് മാനസികമായും ശാരീരികമായും സൈനികമായും എല്ലാം ഈ ഭാരതത്തിനെതിരെ ചൈന, പ്രത്യേകിച്ച് തീവ്രവാദ രാഷ്ട്രമായിട്ടുള്ള പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ദേശസ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരവും കൂടിയാണ് ഇതെന്നുള്ള ഓർമ്മിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.